ഹേ ഗായ്സ് S23 കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫോൺ പോയി പിക്ക് ചെയ്ത് 2-3 ആഴ്ച യൂസ് ചെയ്ത് കറക്റ്റ് ഒരു ലോങ് ടേം റിവ്യൂ പെർസ്പെക്റ്റീവിൽ നിങ്ങളോട് പറഞ്ഞു തരാം എങ്ങനെയുണ്ട് ഫോണിന്ന്. സ്പോയിലേഴ്സ്, പൊളി ഫോണാണ്. പൊളി ഫോൺ എന്ന് പറഞ്ഞാൽ കിടിലൻ ഫോൺ. എല്ലാവർക്കും പറ്റിയ ഫോണാണോ? അല്ല. പക്ഷേ ഞാൻ കറക്റ്റ് പറഞ്ഞതാ, നിങ്ങൾക്കൊരു ചെറിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, ഒന്നുകൂടെ പറയാം, ചെറിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ വളരെ ചെറിയ ചോയ്സസേ നിങ്ങൾക്കുള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നിയത് ബെസ്റ്റ് ചോയ്സാണ്. സോ ഗൈസ്, നമുക്ക് S23യുടെ കുറ്റം പറഞ്ഞു തുടങ്ങാം. സോ ആദ്യത്തെ കുറ്റം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊന്നാമത് ഇത് ചെറിയ ഫോണാണ്. ചെറിയ ഫോണാകുമ്പം അതിൻ്റെ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് അതിന് വരും. ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് ഡിസിപ്പിയേഷൻ, ബാറ്ററീൻ്റെ വലിപ്പം, ഇതെല്ലാം അതിനൊരു ചാലഞ്ചാണ്. ചെറിയ ഡിസൈനിലും ചെറിയ ബോഡിയിലും വരുമ്പോൾ ഇത് തന്നെ എല്ലാ ചെറിയ ഫോണിലും ഈ 2 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഫോണിൽ എനിക്കിത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. ഫസ്റ്റ് പ്രോബ്ലം ഈസ് ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ടെറബിൾ ബാറ്ററി ലൈഫ് ഒന്നുമല്ല. നിങ്ങൾക്കൊരു ടെക് മിനിമലിസം ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഈ ഫോൺ ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഡിസ്പ്ലേയും കുഞ്ഞ് കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരു ഹാൻഡി ഫോൺ, നിങ്ങൾക്ക് പോക്കറ്റിൽ ഒരു വലിയ ടാബ്ലറ്റോ വലിയ TV ഒന്നും കൊണ്ടു നടക്കാൻ വയ്യ, നിങ്ങൾക്കൊരു ടെക്കിൽ നിന്ന് മാറി നിൽക്കണം, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കണം. ആ ഒരു കോൺസെപ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയേ ശരിക്കും ഈ ഫോൺ കൊടുത്തേക്കുന്നത് തന്നെ. അതുകൊണ്ട് ബാറ്ററി ലൈഫ് ഭയങ്കര കിടില ഒരു ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. എന്നാലും നിങ്ങൾക്കൊരു മാക്സിമം 5.5 hours ഒക്കെ ബാറ്ററി ലൈഫ് കിട്ടും. അത് ഗെയിമിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങളൊരു 5.5 hours എബോവ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയും ഡോണ്ട് എക്സ്പെക്റ്റ് ഇറ്റ്. ഇതാണ് ഒരു ചെറിയ ഫോണിൻ്റെ അല്ലെങ്കിൽ ചെറിയ ഫോം ഫാക്ടറിനകത്തുള്ളതിന് ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ബോഡി ഉള്ളതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസിപ്പിയേഷൻ ആ ചെറിയ സർഫസിൽ ഈക്വലി വരും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നല്ലോണം ചൂടാവും. ഒരുപാട് സർഫസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ഡിസിപ്പിയേഷൻ ഭയങ്കര പാടായിട്ടുള്ള ചടങ്ങാണ്. ഈ അലുമിനിയം സൈഡ് റെയിൽസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഈ കറക്റ്റ് ഫോൺ ഒരു 10 മിനിറ്റ് ഗെയിം കളിക്കുമ്പോൾ ഒരു 4K അല്ലെ 8K വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ ക്യാമറ മോഡ്യൂളിന് അവിടെയൊക്കെ ചൂടായി ഈ ഫോണിൻ്റെ സൈഡിലുള്ള അലുമിനിയം റെയിൽസും ഒക്കെ നല്ലോണം ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. പക്ഷേ ചൂടാവുന്നുണ്ട്, അത്യാവശ്യം നല്ലോണം ചൂടാവുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് എന്നെ S23 പിസ് ഓഫ് ചെയ്ത്. പക്ഷേ മോനെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുക. ഈ ഫോണിൻ്റെ ക്യാമറ ഉള്ള ഗൈസ് ശരിക്കും കിണ്ണം കാച്ചി ക്യാമറയിലുണ്ട്. എനിക്ക് S23 അൾട്ര എൻ്റെ അച്ഛൻ്റെ ഫോണായതുകൊണ്ട് ഞാൻ അതിപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്യാമറ എനിക്ക് തോന്നിയിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ്. പിക്സലിന് കണക്ക് ഭയങ്കര കോൺട്രാസ്റ്റ് അടിച്ച് കയറ്റത്തുമില്ല, ഈ ഐഫോണിന് കണക്ക് ഭയങ്കര സ്മൂത്തും കളേഴ്സൊക്കെ ന്യൂട്രൽ ആക്കത്തുമില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു പ്രോസസ്സിങ് ആ സാംസങ്ങിൻ്റെ പ്രോസസ്സിങ്ങും കളേഴ്സും ഒക്കെ S23ലേക്ക് വീണ്ടും വന്നപ്പോൾ ഈ എഗെയിൻ ഫെൽ ഇൻ ലവ് വിത്ത്. കാരണം ക്യാമറേസിൽ ഇറ്റ്സ് ജസ്റ്റ് സൂപ്പർ. വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ മുതൽ ഹൈലൈറ്റ് റോൾ ഓഫ് വരെയും ഈ പ്രോസസ്സിങ്ങും അവരുടെ കോൺട്രാസ്റ്റ് ബാലൻസിങ്ങും വേറൊരു കിഡിലെ സംഭവം എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ക്യാമറയിൽ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരെപ്പോഴും വൈറ്റ് ബാലൻസ് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ കറക്റ്റ് ടൈം റെപ്രസെൻറ്റ് ചെയ്തൊക്കെ ആയിരിക്കും അവരുടെ വൈറ്റ് ബാലൻസ് കാൽക്കുലേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ദ തിങ് ഇസ് സാംസങ്ങിൻ്റെ S23യുടെ ക്യാമറയിൽ ഒന്നും എനിക്ക് പോരായ്മയായിട്ട് പറയില്ല. ആ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് സ്മോൾ ഫോണിൽ ഏറ്റവും കിടിലൻ ക്യാമറാസാണ് S23യുടെ ക്യാമറ. വേറൊരു എക്സ്ട്രാ ഓർഡിനറി കാര്യം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഫോണിൽ നിങ്ങൾക്ക് 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ആ ചെറിയ ഫോണിൽ. അതെന്നൊക്കെ പറയുമ്പോൾ ഇത് ഗോഡ് ടിയർ സാധനങ്ങളാണ്. പക്ഷേ സ്പെക്ക സൈഡ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് റോൾ ഓഫും കാര്യങ്ങളും എനിക്കെല്ലാം ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്യാമറയിൽ ഈ പോർട്രേറ്റ് മോഡിനകത്ത് എഡ്ജ് ഡിറ്റക്ഷനും ഈ ചില സ്ഥലങ്ങളിൽ അവർ കളേഴ്സ് ചിലപ്പോൾ അടിച്ച് ബൂസ്റ്റ് ചെയ്യാറുണ്ടെന്ന് നോക്കി. ഇപ്പോൾ സ്കൈസിൻ്റെ ഞാൻ നീല എടുത്ത് നോക്കുമ്പം ട്രൂ ടു ലൈഫുള്ള നീലയല്ല, ചിലപ്പോൾ ഇച്ചിരിയുടെ സയനിഷ് ഒരു ഫിലിം ടോൺ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അത് വലിയ ബാഡാണോ എന്ന് വെച്ചാൽ ബാഡായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എക്സെപ്ഷണൽ ക്യാമറയാണ് ഈ പ്രൈസിൽ കേട്ടോ. ഈ പ്രൈസ് ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്കിപ്പം യൂസ്ഡ് മാർക്കറ്റിൽ ഒരു 40 ആ റേഞ്ചിൽ 43 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് നല്ല ഫോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നു ആ റേഞ്ചിൽ കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാസ് യു ക്യാൻ ബൈ ഫോർ ദാറ്റ് മണി. ആൻഡ് ക്യാമറേൻ്റെ കൂടെ തന്നെ എനിക്ക് അതിൻ്റെ ഡിസ്പ്ലേ, എൻ്റെ മോനെ, ചെറിയ ഫോണായതുകൊണ്ട് തന്നെ ഈ അനിമേഷൻസൊക്കെ ഇച്ചിരി കൂടെ പെട്ടെന്ന് ലോഡാവും എന്ന് പറയുമ്പം ഈ അനിമേഷൻസ് ഒന്നും ഒരുപാട് പ്ലേ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ അഡാപ്റ്റ് 120 Hz റിഫ്രഷ് റേറ്റും കൂടെ കയറി വരുമ്പം അതൊരു ഗെയിം ചേഞ്ചിങ്. എനിക്ക് S23 അൾട്രേനെക്കാട്ടി സ്മൂത്തറായിട്ട് തോന്നി. അത് ചിലപ്പം ചെറിയ ഫോണിൽ ഈ അനിമേഷനിൽ ഇത്രയും റിഫ്രഷ് റേറ്റ് നടക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ഡിസ്പ്ലേ ഇസ് വെരി സ്മൂത്ത് ടു യൂസ് മാത്രമല്ല ഈ പ്ലെൻറ്റി ബ്രൈറ്റ് ആണിത്.
എനിക്കൊന്ന് 1750 ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നിറ്റ്സ്. ആ ഒരു റേഞ്ച് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ ആൻ ആവറേജ് യൂസർ. നിങ്ങൾ എത്ര വെയിലത്ത് കൊണ്ടുപോയാലും കാര്യങ്ങളൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആണ്, കളേഴ്സ് എല്ലാം സൂപ്പറാണ്. ബ്രൈറ്റ്നസ്സിൻ്റെ ഒന്നും ആവശ്യം ഇതിൽ കൂടുതൽ വരത്തില്ല. ആൻഡ് ഷാർപ്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 425 പിക്സൽസ് പെർ ഇഞ്ച് വരുന്നുണ്ട്. കുഞ്ഞൊരു ഫോണിൽ, ഈ കുഞ്ഞൊരു ഫോണിൽ 425 പിക്സൽസ് പെർ ഇഞ്ച്, അതും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ. ദാറ്റ് ഈസ് എക്സെപ്ഷണൽ ക്വാളിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ ഈ ക്യാമറയിൽ ഇവർ ഒരു സാക്രിഫൈസും ചെയ്തില്ല, അതേപോലെ തന്നെ ഡിസ്പ്ലേയിലും ചെയ്യുന്നില്ല. ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ സ്പീക്കർ സിസ്റ്റം. വീണ്ടും ഞാൻ പറയുന്ന പോലെ ഈ ചെറിയ ഫോണായതുകൊണ്ട് ഇത്രയും ലൗഡും ഇത്രയും ക്രിസ്പുമായിട്ടുള്ള സ്പീക്കേഴ്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ബ്ലോൺ മീ അവേ. സ്പീക്കേഴ്സ് ഉപയോഗിച്ചപ്പം എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് നല്ല തമ്പുള്ളൊരു സൗണ്ട്. ഐഫോണിൽ നിന്ന് പോകുമ്പം സാംസങ്ങിൻ്റെ സ്പീക്കേഴ്സ് ഇച്ചിരി തമ്പി ബേസി ഒക്കെ ആയിട്ട് തോന്നി. ആ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് സൂപ്പറാണ് കേട്ടോ. ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോം ഫാക്ടറിൽ നിങ്ങൾക്ക് സ്പീക്കേഴ്സിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. സ്പീക്കേഴ്സിൻ്റെ കൂടെ തന്നെ ഈ UI ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഹാപ്റ്റിക് സിസ്റ്റം. ഈ ഹാപ്റ്റിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു സാംസങ്ങിൻ്റെ അന്യായ ഹാപ്റ്റിക് സിസ്റ്റമാണ്. പക്ഷെ ഞാനൊരു ഐഫോൺ ഡെയിലി യൂസർ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഐഫോണിൻ്റെ ഹാപ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് യൂസ്ഡ് ആയിട്ട് വീണ്ടും S23 ഹാപ്റ്റിക് സിസ്റ്റത്തിലേക്ക് പോയപ്പോൾ എനിക്ക് അത്ര ഒരു പഞ്ചി ആ ഒരു ക്ലിക്ക് ഇൻ ദ ഹാൻഡ് ഫീൽ എനിക്ക് പലപ്പോഴും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്റ്റിക്സ് കൊള്ളത്തില്ലെന്നല്ല, ബെസ്റ്റ് ഓഫ് ദ ടിയർ കമ്പയർ ചെയ്യുമ്പം എനിക്ക് കുഞ്ഞു ഫോണായതുകൊണ്ട് ചെറിയൊരു കോംപ്രമൈസ് അവരവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നി. ഹാപ്റ്റിക്സ് ഇസ് റിയലി ഗുഡ്, പ്ലെൻറ്റി ഗുഡാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദി ബെസ്റ്റ്. നമ്മൾ ഈ സാംസങ് S23 ബെസ്റ്റ് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പം ഈ ഹാപ്റ്റിക് എനിക്ക് തോന്നുന്നു അവർക്ക് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ ഹാപ്റ്റിക്സും ബാറ്ററിയും ഡിസ്പ്ലേ എല്ലാത്തിനെയും ഈ ഒത്തു ചേർക്കുന്ന സാധനമുണ്ടല്ലോ, ഈ പ്രോസസ്സർ 8 Gen 2 നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ അറിയാം ഇത് പ്ലെൻറ്റി പവർഫുൾ സാധനമാണ്. 8 Gen 2 ശരിക്കും എല്ലാവരും അണ്ടർ റേറ്റ് ചെയ്തൊരു സാധനമുണ്ട്, അതിൻ്റെ GPU. അതിൻ്റെ ഗ്രാഫിക് പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ Adreno 740. നിങ്ങൾ ആലോചിക്കണം, Adreno 740 എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററലി നമുക്ക് ഐഫോണിൻ്റെ ബയോണിക് ചിപ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഗ്രാഫിക് ഇൻറ്റൻസിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ചിപ്പാണ്. ആ ചിപ്പ് ഈ ഒരു കുഞ്ഞ് ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി യു ക്യാൻ ഡു എനിത്തിങ് ഇൻ ദിസ് ഫോൺ. എനിത്തിങ് എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബെസ്റ്റ് ഓഫ് ദ ഗെയിംസ് കളിക്കാം, നിങ്ങൾക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും എന്താ വെള്ളം ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എലവേറ്റ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എലവേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഡെക്സ്, ഈ One UI ഇതൊക്കെ ഞാൻ ശരിക്കും പറയട്ടെ, ഐ ആം എ One UI ഫാൻ ബോയ്. ഞാൻ iOS യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ One UI അത്രയും സ്റ്റേബിൾ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് ഏറ്റവും കുറച്ച് ബഗ് ഫിക്സസും വരുന്ന ഇവർക്കാണ്. ഈ ആപ്പ് ക്രാഷസും കാര്യങ്ങളും എല്ലാം One UI ഭയങ്കരമായി മിനിമൈസ്ഡാണ്. അവരുടെ സ്റ്റൈലിങ് ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചൊന്നും വരത്തില്ല, പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ആ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഗ്രോൺ ഓൺ ആയി വരും. സോ ഗൈസ്, ഫൈനലി നമുക്ക് ഡിസൈൻ ഫിലോസഫീനെ കുറിച്ച് സംസാരിക്കാം. ഈ ഫോണിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഡിസൈൻ ഫിലോസഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ഫോൺ കൺസിഡർ ചെയ്യുമ്പം നിങ്ങൾ ഒരു ടെക് മിനിമലിസം അപ്രോച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് ഫോൺ ഫോർ മീ. ടെക് മിനിമലിസം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ഈ ഓഫീസ് വർക്കും കാര്യങ്ങളും പ്രൊഡക്ടിവിറ്റി എൻ്റർടൈൻമെൻറ്റും എല്ലാം നടക്കണം. പക്ഷെ നിങ്ങൾക്ക് അതേ സെയിം ടൈമിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു TV-യോ വലിയൊരു ഫോണോ കൊണ്ടു നടക്കാൻ താല്പര്യമില്ല. ഒരു ടൈപ്പ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ടെക്നോളജി. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, അതേസമയം നിങ്ങൾക്ക് ചെറിയ സമയത്ത് ഗെയിം കളിക്കണമെങ്കിൽ ഗെയിമും കളിക്കണം, സിനിമ കാണണമെങ്കിൽ കിടിലം സ്പീക്കേഴ്സും വേണം. അങ്ങനെ ഒരു തോട്ട് ഓഫ് മൈൻഡ് ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർലി ഒരു ചെറിയ സ്മാർട്ട് ഫോൺ വേണം. അതിൻ്റേതായ കാരണങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ റീസണുണ്ട്. ചിലപ്പോൾ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാതിരിക്കാം. അങ്ങനെ ചെറിയ സ്മാർട്ട് ഫോണിലേക്ക് ഒരു അപ്ഗ്രേഡ് പോകണമെന്ന് വെച്ചോ. അങ്ങനെയുള്ളെങ്കിൽ വളരെ ചുരുക്കം സ്മാർട്ട് ഫോൺസ് നമ്മുടെ മാർക്കറ്റിലുള്ളൂ. ആ മാർക്കറ്റിൽ വളരെ ചുരുക്കത്തിൽ തന്നെ ഐ ക്യാൻ സേ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. ചെറിയ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്ഗ്രേഡ് ടു S23. ഇത് അത്രയ്ക്ക് കിടിലം ഫോണാണ്. എന്ന് വെച്ചാൽ ഞാനത് യൂസ് ചെയ്തപ്പോൾ എന്നെ തന്നെ ഒന്ന് വിചാരിച്ചു വേണേ അടുത്ത വട്ടം ഒരു ചെറിയ സ്മാർട്ട് ഫോൺ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് എന്നെ ഒരു കൺവിൻസിങ് ഫോണായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഫോൺ അഫ്കോഴ്സ് അതിൻ്റെ ഡ്രോബാക്സ് ഉണ്ട്, അത് തന്നെ ഞാൻ തുടക്കം പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഇതിൻ്റെ ഒരു ചെറിയ ഫോം ഫാക്ടറിനോട് ആട്രിബ്യൂട്ടഡ് ആയിട്ട് വരുന്നത്. വേറെ എല്ലാ ചെറിയ ഫോൺ എടുത്താലും ഈ 2 ഡ്രോബാക്ക് കാണും. ആ 2 ഡ്രോബാക്ക് മിനിമൈസ് ചെയ്താണ് ഈ S23 ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വരുന്നത്. സോ എനിക്ക് ഇത്രേ പറയാവുള്ളൂ. ശരിക്കും എന്നെ അത്രയ്ക്ക് ഇമ്പ്രസ് ചെയ്ത് ദിസ് ഈസ് ദി ബെസ്റ്റ് സ്മോൾ സ്മാർട്ട് ഫോൺ എന്ന് വേണേൽ കോട്ട് ചെയ്യാം. ചെറിയ സ്മാർട്ട് ഫോണിൽ ഇതൊരു കിടിലം സ്മാർട്ട് ഫോൺ രാജാവ്. ഈ നിങ്ങൾ മിനി സീരീസ് ഒന്നും എൻ്റെ അടുത്തൊന്നും പറയല്ലേ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആ മിനി സീരീസൊക്കെ എടുത്ത് നമുക്ക് തോട്ടി എറിയാൻ തോന്നും. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പുറത്ത് വീട് പണിയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. സോ ലവ് യു ഗൈസ്, സബ്സ്ക്രൈബ്.